റെക്കോർഡ് ചെയ്യാൻ മറന്നു പോയടാ. എന്തുകൊണ്ട് എല്ലാവരും അകത്തോട്ട് വന്നോ. പാട്ടുണ്ടാവോ? ബാക്കിലാണ്. ഇതുകൊണ്ടാണ് കയറണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ യൂണിയൻ മെമ്പേഴ്സിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ഞാൻ ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നതിന് അതോടൊപ്പം മാഗസിൻ എഡിറ്ററിനെയും യൂണിയൻ മെമ്പേഴ്സിനെയും മാഗസിൻ നൽകി ഇനാഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. Abhijit from Department of Malayalam. Noel from Department of Economics. Jaswin, Department of Physics, Economics. Ranjit, Department of Physics. വടക്കൻ മൂവിയുടെ ക്രൂ മെമ്പേഴ്സും കാസ്റ്റ് മെമ്പേഴ്സും ഉണ്ട്. സോ നമുക്ക് അവരെ അറിയാനും അല്ലെങ്കിൽ അവരെ ഒന്ന് പരിചയപ്പെടാനും ഉള്ള സമയമാണിനി. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇവിടെ ഈ മൂവിയിൽ നല്ലൊരു സോങ് ചെയ്ത ഭദ്ര ചേച്ചി നമ്മുടെ കൂടെ ഉണ്ട്. സോ ഭദ്ര ചേച്ചിയുടെ ഒരു സോങ് നമുക്ക് വേണ്ടി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ആൻഡ് അതിനു മുമ്പ് ആ സോങ് നമുക്കൊന്ന് സ്ക്രീനിൽ കാണാം. അതിനുശേഷം നമുക്ക് ചേച്ചിയുടെ ഇതാണ് ഞാൻ പാടിയ പാട്ട് ഫ്രം ദ മൂവി വടക്കൻ. ഇനി നമുക്ക് വടക്കനെ പറ്റി സംസാരിക്കാം. വടക്കൻ എന്ന് പറഞ്ഞ മൂവി സജീത് സർ സംവിധാനം ചെയ്ത് ഒരു പാരാനോർമൽ ആക്ടിവിറ്റീസൊക്കെ സംസാരിക്കുന്ന ഒരു സിനിമയാണ്. മലയാളത്തിൽ ആദ്യമായിട്ട് വന്ന ഒരു ജോണർ എന്ന് തന്നെ പറയാം. തിയേറ്ററിൽ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും പോയി സിനിമ കാണണം, തിയേറ്ററിൽ തന്നെ പോയി കാണണം. പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓഡിയോയ്ക്കും വിഷ്വലിനും അത്രയധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു സിനിമയാണ്. റസൂൽ പൂക്കുട്ടി സാറാണ് ഇതിൻ്റെ സൗണ്ട് ഡിസൈനിങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ സിനിമയുടെ എന്താ പറയുക ഓഡിയോയ്ക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ളൊരു സിനിമയാണെന്ന്. അഭിനയിച്ച 3 ആക്ടേഴ്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരായിരിക്കും ഇതിൽ ഏറ്റവും ബെറ്ററായിട്ട് സംസാരിക്കാൻ പറ്റുന്നത്. സോ ഐ കോൾ അപ്പ് ഓൺ സ്റ്റേജ് മിസ്റ്റർ സിറാജ്. സിറാജിനെ എല്ലാവർക്കും അറിയായിരിക്കും. എവിടെയും കണ്ടു പരിചയമുണ്ടോ? പോരല്ലോ, ഓളം പോരാ, ഒരു ബിഗ് സപ്പോർട്ട്. സോ ഐ വിൽ ഹാൻഡ് ഓവർ ദി മൈക്ക് ടു സർ. ഹായ് എസ് ബി കോളേജ്. അതായത്
നമ്മൾ ഇവിടെ സ്റ്റേജിലിരുന്ന് കാണുന്ന വ്യൂ നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി എനർജി ആയിട്ട് എന്നാലും നമുക്കിവിടെ ഒന്ന് ഒരു സാധനം കിട്ടുള്ളൂ. ഒന്ന് കൈയൊക്കെ അടിച്ചല്ലായിരുന്നു. സന്തോഷം. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് വടക്കൻ മൂവിയുടെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ്. സോ തിയേറ്ററിൽ പടം ഇപ്പം ഓടുന്നുണ്ട്. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. അത് പറയാൻ കാരണം തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് സിനിമ. പറഞ്ഞ പോലെ റസൂൽ പൂക്കുടി സാറിൻ്റെ സൗണ്ട് മിക്സിങ്ങും സജീത് സാറാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഞങ്ങൾ മാത്രമല്ല, ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ പോസ്റ്ററിൽ കാണുന്ന പോലെ ഈ സിനിമയിൽ ഗ്രേറ്റ് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇത് ഒരുപാട് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെല്ലാം പോയി നല്ല അഭിപ്രായം നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സിനിമയാണ്. ഇപ്പോഴാണ് നിങ്ങൾക്ക് വേണ്ടി തിയേറ്ററിൽ ഇത് റിലീസായിരിക്കുന്നത്. സോ എല്ലാവരും തിയേറ്ററിൽ പോയി ഇത് സിനിമ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഒന്ന് എനർജി ആയിട്ടിരിക്കണം എല്ലാവരും കേട്ടോ, പ്ലീസ്. ഓക്കെ, ഇനി പെർഫോമൻസ് ഉണ്ട്. ആര്യൻ ആക്ടറാണ്, ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു ആക്ടറാണ് ആര്യൻ. ദെൻ ഗ്രീഷ്മ സിംഗറും കൂടിയാണ്. ഈ പടത്തിലൊരു പാട്ടും പാടിയിട്ടുണ്ട്, ഒരു റാപ്പ് സോങ് വിത്ത് MC കൂപ്പറിൻ്റെ കൂടെ പാടിയിട്ടുണ്ട്. സോ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. സോ എല്ലാവരും ഒന്ന് എനർജി ആയിരിക്കുക പ്ലീസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒരു പാട്ട് പാടും, അതായത് എനർജി കുറച്ച് ഹൈ ആക്കിയിട്ട് ഞാൻ കുറച്ച് ബോറ് സംസാരിക്കാം. Hello SB College. What's up? ഇപ്പോഴൊന്ന് ഇച്ചിരി കൂടെ കേക്കട്ടെ, ഞാനൊന്നും കേൾക്കുന്നില്ല നിങ്ങളെ. So guys, actually ഇതെൻ്റെ ആദ്യത്തെ മൂവിയാണ് വടക്കൻ. I acted and I sang in it as well. And it's very special for me to be here in SB College today. കാരണം ഞാൻ കുഞ്ഞിലെ കുറേ ഞാൻ ചങ്ങനാശ്ശേരിയിൽ വന്നിട്ടുണ്ട്. എൻ്റെ അങ്കിളും SB കോളേജിൽ തന്നെയാണ് പഠിച്ചതെല്ലാം. And and I'm very grateful to be here in front of you guys, and I'm very happy to sing also a song. It's a song from the movie, it's known as Mayat Rap with MC Cooper and Bijibal sir, and I hope you guys enjoy it. Sadly, innu Cooper vannitilla. Okay, actually Mayat Rap last ആകുമ്പം പാടാം. But എൻ്റെ ഒരു പാട്ടുണ്ട്, ഞാൻ റിലീസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഇറ്റ്സ് ആക്ച്വലി വൺ ഓഫ് മൈ ഫസ്റ്റ് സോങ്സ് ദാറ്റ് ഐ ആം റിലീസിങ്. ഇറ്റ്സ് എ ഇംഗ്ലീഷ് സോങ്. ഐ ഡോണ്ട് നോ, നിങ്ങളെല്ലാവരും ഇംഗ്ലീഷ് പാട്ടുകൾ കേൾക്കുന്നതാണോ? യാ, ദാറ്റ്സ് പെർഫെക്റ്റ്. എൻ്റെ രണ്ടാമത്തെ പാട്ടാണ് ഞാൻ എഴുതിയേക്കുന്നത്. ഇറ്റ്സ് നോൺ ആസ് സ്ട്രേഞ്ചേഴ്സ് ലവ്. ആൻഡ് എൻ്റെ ലൈഫിലൊരു എക്സ്പീരിയൻസ് നിന്ന് എഴുതിയതാണ്. ഇഫ് യു ഗൈസ് ക്യാൻ റിലേറ്റ് ടു ഇറ്റ്, പ്ലീസ് ഡു ടെൽ മീ ആൻഡ് ലെറ്റ് മീ നോ ഹൗ ഇറ്റ് ഈസ്. Get interacted and നമുക്കൊന്ന് നോക്കാം, ലൈക്ക് വാട്ട് ഈസ് യുവർ മെയിൻ മൈൻഡ് സെറ്റ് അബൌട്ട് ഹൊറർ. ഇവിടെ ആരൊക്കെ ഹൊറർ പടം കണ്ടിട്ടുണ്ട് മലയാളത്തിൽ? എവറിബഡി ഹാസ് സീൻ? എല്ലാവരും കണ്ടിട്ടില്ലേ? ലാസ്റ്റ് കണ്ട പടം ഏതായിരുന്നു? എസ്ര അല്ലേ? ഏതാ പടം കണ്ട ഹൊറർ മൂവി? പ്രീസ്റ്റ്, എസ്ര, പ്രീസ്റ്റ് അല്ലേ? അപ്പോൾ നമ്മൾ ഏകദേശം സ്ഥിരം പോകുന്നൊരു ലൈനിലല്ല ഈ ഒരു മൂവി. ഒരു പാരനോർമൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മോർ ഓഫ് എൻ ഇൻവെസ്റ്റിഗേഷൻ, ഒരു ത്രില്ലറാണ്. നമ്മളെപ്പോഴും ഒരു വൈറ്റ് സാരി കെട്ടൊരു പ്രേതപ്പെഴും ഉണ്ടാവില്ലേ, അങ്ങനെ പോലത്തെ ഒരു നോർമൽ പടമല്ല. ഇറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ജോണർ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി യു ഷുഡ് ഗോ. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ ആസ്ക് യു ഗൈസ്, നിങ്ങൾക്ക് എന്താ പേടിപ്പിക്കുന്നത്? വാട്ട് സ്കെയർസ് യു ദ മോസ്റ്റ്? ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഐ വാണ്ട് ടു ആൻസർ. വാട്ട് സ്കെയർസ് യു ദ സോ ഷീ സേയിങ് സഡൻ ആയിട്ട് വന്ന സാധനങ്ങളാണ് എപ്പോഴും പേടിപ്പിക്കുന്നത്. പക്ഷെ ഈ പടത്തിൽ അങ്ങനെയല്ല. യെസ്, അതാണ് ഈ പടത്തിന് മെയിൻ ഒരു സാധനം. നിങ്ങൾക്ക് ഒരു ബിൽഡപ്പ്, നമുക്ക് മ്യൂസിക് വഴി കിട്ടുന്ന ഒരു ബിൽഡപ്പ് ഉണ്ടല്ലോ, ദാറ്റ് ഈ ബിൽഡപ്പാണ് ഈ പടത്തിൽ കാണിക്കുന്നത്. ലൈക്ക് ഇപ്പോൾ വരും പക്ഷേ ഇറ്റ് ജസ്റ്റ് മേക്സ് യു ലൈക്ക് കീപ് വാച്ചിങ് ദ മൂവി. So it's all about having investigation and paranormal things. So I think you guys should definitely go to the theater and watch. And one of the most newest movie. I mean, I've done a few movies before, but this is a prominent character. And the character name is Shambhu. പക്ഷെ അങ്ങനെ നിങ്ങൾ നോക്കി ജഡ്ജ് ചെയ്യരുത്. നല്ലൊരു ക്യാരക്ടറാണ്. I think you guys will enjoy the movie ഒരു theatrical experience വേണ്ടി. And yes, thanks a lot for having me here. It was lovely. And thank you for your interaction. ഭയങ്കര അടിപൊളിയായിരുന്നു. You guys are very good people. Thank you.